ഈ ഇത്രയും അപകട സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്ന് ആളുകളെ പൂർണ്ണമായി അവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്കീമും കൂടി ഗവൺമെൻറ് ആലോചിക്കും. അത് ജില്ലാ അഡ്മിനിസ്ട്രേഷനും ഇവിടുത്തെ ജനപ്രതിനിധികളും തമ്മിൽ ആലോചിച്ചിട്ട് അവർ വയ്ക്കുന്ന നിർദ്ദേശത്തിന് ഗവൺമെൻറ് പൂർണ്ണ പിന്തുണ കൊടുക്കും. എത്ര പേര് അപകട സ്ഥലത്ത് നിന്ന് മാറ്റി താമസിപ്പിക്കണം, അവർക്ക് സ്ഥലം കണ്ടെത്തി വീട് വെച്ച് കൊടുക്കണം എന്ന് ജനപ്രതിനിധികളും ജില്ലാ അഡ്മിനിസ്ട്രേഷനും കൂടി റിപ്പോർട്ട് തന്നാൽ ഗവൺമെൻറ് തയ്യാറാണ്, എത്ര ആളെ വേണമെങ്കിലും. കാരണം അപകടത്തിലേക്ക് ആളുകളെ ഇട്ടുകൊടുക്കാൻ ഗവൺമെൻറ് തയ്യാറല്ല. അവരെ വേറെ എവിടെയെങ്കിലും മാറ്റി താമസിപ്പിച്ചിട്ട് അവർക്ക് ഒരു റീഅറേഞ്ച്മെൻറ്റ് ഉണ്ടാക്കി കൊടുക്കുന്ന, പെർമനൻ്റ് ആയിട്ട് താമസിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കുന്ന ഗവൺമെൻറ് തയ്യാറാണ്. എത്ര പേരാണെങ്കിലും തയ്യാറാണ്. അപകടത്തിലേക്ക് ആളുകൾ നിങ്ങളിനി തിരിച്ചങ്ങോട്ട് പോയിക്കോ, അവിടെ അപകടം ഉണ്ടായാൽ എന്താണ് എന്ന് സർക്കാർ പറയില്ല. സർക്കാർ അവരെ പൂർണ്ണമായി പ്രൊട്ടക്റ്റ് ചെയ്യും. ഞാൻ അവിടെ കണ്ടപ്പോൾ, അവിടെ റീഹാബിലിറ്റേഷൻ ക്യാമ്പിൽ കണ്ടപ്പോൾ അവർ പല ഉത്കണ്ഠ പങ്കുവച്ചു. അപ്പോൾ അവർക്ക് ഈ വാക്ക് അവർക്കും കൊടുത്തിട്ടുണ്ട്. അത് ഇപ്പോൾ ഇതിൻ്റെ ഈ 2 ദിവസത്തെ ഈ റെസ്ക്യൂ ഓപ്പറേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മുൻഗണന ജനപ്രതിനിധികൾ കൂടി പങ്കെടുത്ത് ആ മുൻഗണന കൊടുത്ത് ആ കാര്യം കൂടി ഭംഗിയായിട്ട് ചെയ്യും. എല്ലാ 6 മാസം മുൻപ് ഒരു മാൻഡേറ്റ് ആയിട്ട് ഈ സ്റ്റേറ്റ് എൻവയറൺമെന്റ് ഇമ്പാക്ട് അസസ്മെന്റ് അതോറിറ്റിക്ക് ഈ കരാറുകാർ 6 മാസം മുൻപ് റിപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. എന്റെ സോഴ്സ് വെച്ച് അന്വേഷിക്കുമ്പോൾ അവര് കഴിഞ്ഞ മാസം കൊടുത്ത റിപ്പോർട്ടിൽ വരെ കുറെ കൺസേൺസ് ഇതേമാതിരി റേസ് ചെയ്തിട്ടുണ്ട്. ഇതിന് മുമ്പത്തെ കൊടുത്ത എത്രയോ കാലങ്ങളായിട്ട് റിപ്പോർട്ടിൽ കൺസേൺസ് നിരന്തരമായിട്ട് റേസ് ചെയ്യാണ്. അതായത് അവരുടെ ഇമ്പാക്ട് അസസ്മെന്റ് നടത്തുന്നതിന്റെ അവരുടെ റിപ്പോർട്ട് ഉണ്ടാക്കും കേരള ഈ സ്റ്റേറ്റ് അതോറിറ്റി. അതില് റിപ്പോർട്ടിൽ ഇവരെന്നെ റേസ് ചെയ്തിട്ടുണ്ട് കൺസേൺ. ഇതൊന്നും നോക്കിയിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. അല്ല, ആര് പറയുന്നത്? സ്റ്റേറ്റ് അതോറിറ്റിയാ? കരാർ കമ്പനി സർക്കാരിന്റെ നിർദ്ദേശങ്ങൾ, ഈ അസസ്മെന്റ് അതോറിറ്റി പറഞ്ഞ ഒരു ഇൻഡിക്കേഷൻസും ഫുൾഫിൽ ചെയ്തിട്ടില്ല. അത് നമുക്ക് പരിശോധിക്കാം. അത് പരിശോധിക്കാൻ വേണ്ടി കൂടിയാണ് കമ്മിറ്റി ഉണ്ടാക്കുന്നത്. അത് പരിശോധിക്കാൻ ഞാൻ പറഞ്ഞല്ലോ. അതായത് ഈ പാരിസ്ഥിതിക അനുമതി കൊടുത്ത സമയത്ത് കർശനമായ നിർദ്ദേശങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇവർ അനുസരിക്കാതെയാണ് ഇവർ ചെയ്യുന്നതെങ്കിൽ അത് പരിശോധിക്കും. എന്തായാലും ഇപ്പോൾ ഇവിടെ അനുസരിക്കാത്തൊരു വിഷയമുണ്ടല്ലോ. മഴ പെയ്യുന്നതിന് മുമ്പ് തന്നെ കളക്ടർ ഒരു ഓർഡർ ഇഷ്യൂ ചെയ്തിട്ട് അത് അനുസരിക്കാത്തൊരു വിഷയമുണ്ട്. മഴ പെയ്തു കഴിഞ്ഞാലും PWD സെക്രട്ടറി ചില മാധ്യമങ്ങളിൽ കണ്ടു. PWD സെക്രട്ടറി പറഞ്ഞത് വേറെ, മുഖ്യമന്ത്രി പറഞ്ഞതല്ല. PWD സെക്രട്ടറി അത് തന്നെയാണ് പറഞ്ഞത്. ജില്ലാ കളക്ടർ ഉത്തരവ് കൊടുത്ത സമയത്ത് അത് മാറ്റാൻ പറ്റുമായിരുന്നു. പിന്നീട് മഴ പെയ്തു തുടങ്ങിയപ്പോൾ അത് മാറ്റാൻ പറ്റാത്ത സ്ഥിതി വന്നു. അത് PWD സെക്രട്ടറി പറഞ്ഞ കറക്റ്റാണ്. ആ സമയത്ത് അത് മാറ്റാൻ പറ്റത്തില്ല. അതിന് മുമ്പ് അവർ ചെയ്യണമായിരുന്നു, അവർ ചെയ്തിട്ടില്ല. അത് പരിശോധിക്കും. അതാണ് ഞാൻ പറഞ്ഞത്, അത് പരിശോധിക്കാൻ വേണ്ടി കൂടിയാണ് രണ്ടാമത്തെ ഇത് വയ്ക്കുന്നത്. തീർച്ചയായിട്ടും ഗൗരവമായിട്ട് അത് പരിശോധിക്കും. നിർമ്മാണ പ്രവർത്തനം പൂർണ്ണമായി നിർത്തിവെക്കണം എന്നുള്ള ഇത് ആയിരം നോംസ് ആയിട്ട് പറയുന്നുണ്ട്. പക്ഷേ ഈ മഴയുള്ള സമയത്ത് ഇത്രയും പേര്, അത് മാത്രമല്ല അവരുടെ ഓരോ തസ്തിക നോക്കിയാൽ അറിയാം, അവിടെ ലേബർ വർക്കിന് വേണ്ടി തന്നെ ആൾക്കാരെ കൊണ്ടുവന്നിരിക്കുന്നത്. അല്ല, ഇപ്പൊ നമ്മൾ എന്തായാലും ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്, അത് നിർത്തിവെക്കാൻ വേണ്ടി ഡയറക്ഷൻ കൊടുത്തു. കരാർ കമ്പനിക്ക് മണ്ണ് നീക്കാൻ നിർദ്ദേശം നൽകിയിട്ടും മണ്ണ് നീക്കിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ നീക്കാത്ത സാഹചര്യത്തിൽ എന്തെങ്കിലും നടപടികൾ ഈ ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു? വളരെ സയന്റിഫിക് മെത്തേഡാണ് ഈ കോൺട്രാക്ടർ ഓൺ റെക്കോർഡ് പറഞ്ഞിരിക്കുന്നത്. നോക്കാം നമുക്ക്. വയനാട്ടിലേക്കുള്ള ഒരു പ്രധാന പാത താമരശ്ശേരി ചുരം മാത്രമാണ് പ്രധാന പാത. ഒരു ബദൽ റോഡിന്റെ എന്തെങ്കിലും സാധ്യത നേരിടുന്നുണ്ടോ? നമ്മളിപ്പോൾ ഇന്നും നാളെയൊന്നും അത് ചിന്തിക്കാൻ പറ്റാവുന്ന ഇതല്ല. എന്തായാലും വയനാട്ടിലെ ജനങ്ങൾ ആഗ്രഹിച്ചിരുന്നു ഇങ്ങനൊരു ടണൽ പാത. അപ്പോൾ അത് ഏതെങ്കിലും നമ്മളത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലാത്ത ഒരു സാഹചര്യം വന്നാൽ തീർച്ചയായിട്ടും ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള കാര്യത്തെക്കുറിച്ച് അപ്പോൾ നമുക്ക് ആലോചിക്കാം. അതിന് വയനാട്ടിൽ നമ്മൾ ഈ ഗവൺമെൻറ് വലിയ പ്രയോറിറ്റിയാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ബഡ്ജറ്റ് കണ്ടപ്പോൾ അറിയാം. മെഡിക്കൽ കോളേജിൻ്റെ കാര്യത്തിൽ, വയനാട് പാക്കേജിൻ്റെ കാര്യത്തിൽ, ട്രൈബൽ യൂണിവേഴ്സിറ്റിയുടെ കാര്യത്തിൽ ഉൾപ്പെടെ, പിന്നെ ബ്രാൻഡ് വയനാട് ഉൾപ്പെടെയുള്ള കാര്യത്തിൽ ഒരുപാട് പ്രാധാന്യം. ഒരു കാലത്ത് ഒരു ബജറ്റിലും കേരളത്തിൽ കിട്ടാത്ത പ്രാധാന്യമാണ് ഈ ജില്ലയ്ക്ക് വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്നത്. അതെല്ലാം വളരെ ടൈം ബൗണ്ടഡായി വളരെ ഭംഗിയായിട്ട് നമ്മൾ ഇപ്പോൾ 100 ദിവസത്തെ കർമ്മ പരിപാടിയിൽ പോലും ഈ പദ്ധതികൾ പലതും പെടുത്തിയിട്ടുണ്ട്. ഈ ട്രൈബൽ യൂണിവേഴ്സിറ്റി ആരംഭിക്കുന്നത് ഉൾപ്പെടെയുള്ള പഠനങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് ടൈം ബൗണ്ടഡായിട്ട് ഇപ്പോൾ ഇതിൻ്റെ പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞാൽ ഞാൻ തന്നെ വയനാട്ടിലെത്തി ജനപ്രതിനിധികളുടെയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെയും യോഗം വിളിച്ചു ചേർത്ത് ബജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന പരിപാടികൾ നടപ്പാക്കുന്നതിനുള്ള സമയബന്ധിതമായ ഒരു ടൈം ഫ്രെയിമായിട്ടുള്ള പദ്ധതി പ്രഖ്യാപിക്കും. അത് നേരിട്ട് തന്നെ ഇപ്പോൾ ഇവിടുന്ന് മന്ത്രിയുണ്ട്, അതുപോലെ MLA മാരുണ്ട്, ജനപ്രതിനിധികളുണ്ട്, അവരെല്ലാം പങ്കെടുപ്പിച്ചുകൊണ്ട്
വളരെ ഭംഗിയായിട്ട് ബജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന പരിപാടികൾ വയനാടിന് വേണ്ടി നമുക്കത് വയനാടിനൊരു ഇമ്പോർട്ടൻസ് ഈ ബജറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഇതുവരെ കൊടുക്കാത്തൊരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. പ്രഖ്യാപനം മാത്രം പോയല്ലോ, ഡെലിവറി വേണം. ആ ഡെലിവറി കൂടി ഉണ്ടാകുന്ന കാര്യത്തിൽ ഉറപ്പുവരുത്തും. യെസ്, എന്തായാലും ഇല്ല, നോക്കാം. പശു പേടിച്ചു പോയ പല കുട്ടികളുമുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അതുപോലെ തന്നെ ആശുപത്രിയിലുള്ളവരുമുണ്ട്. ഒരു ട്രീറ്റ്മെന്റ്, സൈക്കാട്രിക് ട്രീറ്റ്മെന്റും അതുപോലെ തന്നെ ആശുപത്രി ചികിത്സയും മറ്റു കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? തീർച്ചയായിട്ടും കുട്ടികൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കൗൺസിലിംഗ് കൊടുക്കുന്ന കാര്യം ഗവൺമെന്റ് തീരുമാനിക്കും. അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കും, ഉറപ്പായിട്ട് സ്വീകരിക്കും. മന്ത്രിമാർ ജില്ലയിൽ തുടരുമല്ലോ. അല്ല, അവരുണ്ടല്ലോ, ഇവിടെ ഉണ്ടല്ലോ. പിന്നെ എന്താവശ്യത്തിനും അവരുണ്ടാവില്ലെങ്കിൽ എത്തൂല. ഞങ്ങളെല്ലാം എത്തും. അതൊക്കെ നമുക്ക് നോക്കാം, നമുക്ക് പരിശോധിക്കാം. പക്ഷേ ഈ പറഞ്ഞിട്ട് ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ മഴയും പെയ്തില്ലേ.